ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യതയെ അനാമികയോട് സ്വർണം നീ നിന്റെ അമ്മയും കൂടെ എന്തിനാ മോഷ്ടിച്ചുകൊണ്ട് വിറ്റത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ഒന്ന് ഞെട്ടി. നീ അത് കണ്ടോ? നീ നിന്റെ അനിയത്തിയും കൂടിയല്ലേ അതുകൊണ്ട് മോഷ്ടിച്ച് വിറ്റത് എന്ന് അനാമിക ചോദിക്കും. എന്നാൽ പിന്നെ കേസ് കൊടുത്ത് എൻ്റെ അനിയത്തിയും നീ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കടി എന്ന് പറഞ്ഞു നവ്യ. അങ്ങനെ പോലീസ് അന്വേഷിച്ച പല കാര്യങ്ങൾക്കും നീയും നിന്റെ അമ്മയും പിടിക്കപ്പെടുമെന്ന് നവ്യ പറയുവാട്ടോ. സ്വർണം മോഷ്ടിച്ചതും ആദർശേട്ടൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കിടത്തിയതും നീയും നിന്റെ അമ്മയും കൂടിയാണെന്നൊക്കെ എനിക്ക് അറിയാമെന്നും അതിലൊരു സംശയവും വേണ്ടാന്നും നവ്യ പറഞ്ഞു. നിന്റെയൊക്കെ കൊള്ളരുതാത്ത പ്രവൃത്തി കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെയും അവൻ്റെ അമ്മയുടെയും സപ്പോർട്ടുണ്ട്. നിങ്ങൾ 4 പേരും കൂടെ ചേർന്നാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയതെന്നും പറഞ്ഞ് നമ്മുടെ നവ്യ തെളിവ് സഹിതങ്ങളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് എന്നോട് സ്നേഹത്തോടെ ഇല്ലാതെ പെരുമാറുമ്പം അന്തസ്സായിട്ട് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ അവിടെയുള്ളവർ വന്ന് എൻ്റെ കൈയും കാലും പിടിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചു വരുന്നതെന്നും നിന്നോട് എത്രയോ തവണ നിന്റെ ഭർത്താവും അമ്മായിമ്മയും പറഞ്ഞിരിക്കുന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. എന്നിട്ട് നീ ആ വീട്ടിൽ നിന്ന് ചലിക്കുന്നേ ഇല്ലല്ലോ. സ്വന്തം വീട്ടിൽ പോയി ഒരു ദിവസം പോലും നീ നിൽക്കുന്നുമില്ലല്ലോ. അപ്പോൾ എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീടാണ് അനന്തപുരി തറവാട്. അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല എന്ന് നവ്യ. പിന്നെ അനി പലപ്പോഴും പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്നെ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന്. എൻ്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് ഒരു അച്ഛനും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് പോവേണ്ട കാര്യവും ഇല്ല എന്ന് നവ്യ ഇവളെ വെല്ലുവിളിച്ച് പറയുക. നിന്റെ അച്ഛനും അമ്മയും കോടികളുള്ളവരാണെങ്കിൽ നിന്നെ വെറുക്കുന്ന ഭർത്താവിനൊപ്പം ജീവിക്കാതെ നിനക്ക് സ്വന്തം വീട്ടിൽ പോയി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഇനി അവിടെ കടിച്ചു തൂങ്ങാൻ വേണ്ടി കുഞ്ഞിൻ്റെ കാര്യം അങ്ങ് പറയാ അവള്. ആ കുഞ്ഞ് അഭിയേട്ടൻ്റെ അല്ലെന്ന് അഭിയേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ന് അനാമിക പറഞ്ഞപ്പം അതിനുള്ള മറുപടി ഞാൻ നേരത്തെ നിനക്ക് തന്നതാ. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നീയും നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും മോളല്ല എന്ന് തറപ്പിച്ച നവ്യ വീണ്ടും പറഞ്ഞു. നിന്റെ അമ്മയുടെ തെറ്റായ ബന്ധത്തിലുള്ള മോളായിരിക്കും നീ എന്ന് പറഞ്ഞപ്പോൾ എടി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ക്ഷേത്ര പരിസരമാണെന്ന് നീ നോക്കത്തില്ല എന്ന് പറഞ്ഞു അനാമിക. നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് ദഹിക്കുന്നില്ലല്ലേടി. എന്നെ പറഞ്ഞാലേ ഞാനും തിരിച്ചു പറയും. ഇത് ക്ഷേത്രമാണെന്ന് നോക്കാതെ എൻ്റെ ദേഹത്ത് കൈവച്ചാലേ നൊന്ത് തന്നതിൻ്റെ ബാക്കി ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ് മൂക്കിനിട്ടിരിക്കാൻ നോക്കുക. അവൾ നിന്നെ കാലെ പിടിച്ച് നിലത്ത് കുത്താത്തത് നിന്റെ ഭാഗ്യമാണെന്ന് നീ കരുതിക്കോ. ദേഷ്യം വന്നാൽ നിന്റെ വീട്ടിൽ കയറി ആക്രമിക്കും അവള്. അവക്ക് നിനക്കറിയില്ല. നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെയും അമ്മയൊക്കെ തല്ലി ശരിപ്പെടുത്തോള്. പറഞ്ഞില്ലെന്ന് വേണ്ടെന്നും പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നാണം കേട്ട് വിളറി വെളുത്ത് അനാമിക ഛയെന്നും പറഞ്ഞ് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയ കേട്ടോ. അഭി ഇങ്ങനെ നടന്ന് എതിലേക്കോ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു. ഒരു ചെറിയ തട്ടുകടയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ തട്ടുകടയിൽ ചേട്ടന്മാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അഭിക്ക് കാലനക്കാൻ മേലെ ഇങ്ങനെ അഭി തെണ്ടിത്തിരിഞ്ഞ് അതിലെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടാ മലയ്ക്ക് പോകാൻ വന്നതാ, ഇടയ്ക്ക് കാലിന് മസിൽ പിടിച്ചു, അങ്ങനെ നടക്കാൻ പറ്റാതെയായി. എൻ്റെ കൂടെ വന്നവർ ഇവിടെ കാടിനകത്തൊരു അമ്പലം ഉണ്ടല്ലോ, അവിടെ കുറച്ച് ആൾക്കാർക്കൊപ്പം എന്നെ ഇരുത്തിയിട്ട് അവർ മലയ്ക്ക് പോയി. നടന്നു വന്ന ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി ചേട്ടാ. ഈ ചേട്ടൻ ഈ നബി ഇങ്ങനെ നോക്കുക. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എൻ്റെ ബാഗും ഇല്ല, പേഴ്സും ഇല്ല, അതുപോലെ തന്നെ മൊബൈലും ഇല്ല, ഒന്നുമില്ല. ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലായി. ഒരുത്തൻ എന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്പലത്തിൻ്റെ പരിസരം മുഴുവനും കള്ളന്മാരാ. രാത്രിയിലാണ് അവിടെ എല്ലാവരും തമ്പടിക്കുന്നത്. പോലീസുകാരങ്ങനെ അങ്ങോട്ടേക്കും പോവാറില്ല. അഥവാ ചെയ്താലും അവന്മാർ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ തളർന്നു ചേട്ടാ, ഒരു ഗ്ലാസ് ചായയെങ്കിലും തരുമോ? പേഴ്സ് പോയെന്നല്ലേ പറഞ്ഞത്, പിന്നെ ചായ കുടിക്കാനുള്ള കാശുണ്ടോ എന്ന് ചേട്ടൻ ചോദിച്ചു. അപ്പം എൻ്റെ കൂടെയുള്ള അവർ മടങ്ങി വരുമ്പോൾ ചേട്ടന് കാശ് തരാൻ ചേട്ടാ, ചേട്ടൻ്റെ ഒരു 100 ചായയുടെ കാശെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചായയുടെ കാശ് മതി, അതുണ്ടെങ്കിലേ ചായ തരൂ. അപ്പോൾ കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കില്ലേ ചേട്ടാ എന്ന് പറഞ്ഞപ്പം എന്തോ മഹാഭാവം ചെയ്തിട്ട് വന്നത് കൊണ്ടല്ലേ മലയ്ക്ക് കയറാൻ പറ്റാതെ വന്നത്, അതും കാല് കൊളുത്തി പിടിച്ചത്. അങ്ങനെയുള്ളവന് ഞാൻ ചായ കൊടുത്താൽ ഭഗവാൻ എന്നെ ശിക്ഷിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടാ മൂർത്തീസ് ജ്വല്ലറി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം അത് ഞാൻ പരസ്യത്തിലൊക്കെ കാണുന്നതല്ലേ, വലിയ ജ്വല്ലറി അല്ലേ. അപ്പോൾ ആ മൂർത്തീസ് ജ്വല്ലറിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണ് ഞാൻ എന്ന് അഭി പറയുമ്പോഴേക്കും അവരെല്ലാവരും അഭിയെ കളിയാക്കി ചിരിക്കുക കേട്ടോ. അഭിയാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അവിടുന്ന് സ്വർണം കൊണ്ടാണ് തട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞപ്പം അയ്യോ സത്യമായിട്ട് ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാന്ന് പറഞ്ഞു. കവടിയാർ കൊട്ടാരത്തിലെ രാജാവിൻ്റെ കൊച്ചുമോനാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഭാഗ്യമെന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇവിടെ വിട്ടു പോടാന്നൊക്കെ പറഞ്ഞ് അഭിയെ കളിയാക്കും കേട്ടോ. ഇവിടെ തമ്പടിക്കുന്ന കള്ളന്മാരങ്ങനെ പലതും പറയും. കണ്ണു നിന്ന് തെറ്റിയാ എൻ്റെ പണപ്പെട്ടി അവരെടുത്തോണ്ട് പോകും. അങ്ങനെ എടുത്തോണ്ടും പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്നു ചേട്ടൻ ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞു. അപ്പം നിന്നെ കണ്ടാലേ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ ഒന്ന് ചേട്ടന്മാര്. അതെ രാവിലെ 5 മണിക്ക് ഇതുവഴി കുറേ ലോറിക്കാർ പോകും, അവർക്ക് വേണ്ടി ഞാൻ ഈ കട തുറക്കുന്നത്, അല്ലാതെ വലിയ കച്ചവടവും കാര്യമൊന്നുമില്ല. ഓസിന് ചായ തരാനൊന്നും പറ്റത്തില്ല, നിന്നിട്ട് പാടുക്കി പൊയ്ക്കേന്നും പറഞ്ഞു. അപ്പോൾ ഒരുപാട് നടന്നു ചേട്ടാ, ഒരിത്തിരി വെള്ളമെങ്കിലും തരുമെന്ന് ചോദിച്ചു. അപ്പം നിനക്കൊക്കെ വെള്ളം തന്നാലേ എനിക്ക് വേറെ പണി കിട്ടും. എന്നാലും കുഴപ്പമില്ല, വെള്ളത്തിൻ്റെ കാര്യമല്ലേ, എടാ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അബി അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുക. അപ്പം
അപ്പം ചേട്ടാ ഞാൻ പറഞ്ഞ സത്യം, ഞാനും എൻ്റെ മുത്തശ്ശനും വീട്ടുകാരും ഒക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ഞാൻ കാണിക്കാൻ ചേട്ടാന്ന് പറയുമ്പോൾ അയ്യോ ഒരു മൊബൈൽ പോയല്ലോ ചേട്ടാന്ന് പറഞ്ഞു. അത് കാണിക്കാൻ ഒരു നിർവാഹമില്ലല്ലോ ചേട്ടാ, എൻ്റെ പൊന്നേട്ടാ ആദ്യം മറന്നു പോയതുകൊണ്ടാണ്. അങ്ങനെ നീ പലതും മറക്കും. വേറെ വെള്ളം കുടിച്ചില്ലേ? ഇനി അമ്പലനടയിൽ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറഞ്ഞു. അയ്യോ അത് വേണ്ട ഏട്ടാ, ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇരുന്നോളാമെന്ന് പറഞ്ഞു. കാട്ടിലൂടെ ഇനി നടക്കാൻ എനിക്ക് വയ്യ ഏട്ടാന്ന് പറഞ്ഞു. നന്നായി, കാട്ടാനുള്ള സ്ഥലമാണ്, ഈ സമയത്ത് ആന ഇറങ്ങാറുണ്ടെന്ന് പറയുമ്പോൾ അത് മനസ്സിലായി ഏട്ടാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആന അങ്ങനെ ആരും ഉപദ്രവിക്കില്ല, പക്ഷെ നിന്നെപ്പോലെയുള്ള കള്ളന്മാരെ കണ്ട കാലെ പിടിച്ച് വലിച്ച് കീറിയെന്ന് വരുമെന്നാ ചേട്ടൻ പറയൂ കേട്ടോ. അഭിജ്ഞാക തൊല്ലയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനിയും അച്ഛനും കൂടെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും നാൾ മോൾ അനുഭവിച്ചതിൻ്റെ ഒക്കെ ഇത് അമ്മ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇരട്ടി സ്നേഹമായിട്ട് തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞ് ഭഗവാനെ പരീക്ഷിക്കാൻ നിൽക്കരുത്, അതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടുമെന്നും അദ്ദേഹം പറയാം. അപ്പോൾ എല്ലാവരും ഇത് കേട്ടോണ്ട് നിൽക്കുക കേട്ടോ അവിടെ. അവൻ മാലയിട്ട ശേഷം എന്തൊക്കെ തെറ്റാ ചെയ്തത്? നവ്യമോളെയും കൂട്ടി ഇവിടേക്ക് വന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചില്ലേ എന്ന് അച്ഛൻ ചോദിക്കുക. അങ്ങനെ കള്ളങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ പാടുണ്ടോ ഈ സമയത്ത്? അപ്പം കാട്ടിനകത്തുള്ള ഒരു അമ്പലത്തിനകത്ത് ഇരുത്തിയേക്കുവാണെന്നാണ് പറഞ്ഞതെന്ന് നമ്മുടെ നയന പറയുമ്പോൾ അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ അബിയുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടായി മതിയായിരുന്നു എന്ന് പറഞ്ഞു കനകം. അതങ്ങനെ മാറുന്ന മനസ്സൊന്നും അല്ലമ്മേ. അതുപോലെ അയാളുടെ അമ്മ വളർത്തി വഷളാക്കിയിരിക്കുന്നത് അനന്തപുരിയിലെ ആൾക്കാരല്ലല്ലോ, ആരോരും ഇല്ലാത്തവർക്ക് മുത്തശ്ശനും മുത്തശ്ശിയും അഭയം കൊടുത്തതല്ലേ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയാം. എന്നിട്ടും അവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയല്ലേ അമ്മയും മകനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ചോദിച്ചു. ആദർശം മറ്റുള്ളവർ മലയ്ക്ക് പോയത് നന്നായി. ആ സമയത്ത് മോൾക്ക് മോളുടെ അമ്മായിമയെ കാണാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുക കേട്ടോ നമ്മുടെ അച്ഛൻ. അപ്പം കണ്ടെന്ന് പറയട്ടെ, എന്താ ഗോവിന്ദേട്ടാ കാര്യം? ഒന്ന് സ്നേഹത്തോടെ ചിരിക്കോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നും കനകം പറഞ്ഞു. അത് കേട്ടപ്പോൾ അങ്ങനെ സംസാരിക്കാൻ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണെന്ന് അറിയില്ലല്ലോ എന്ന് നയനി അന്നേരം പറഞ്ഞു. പിന്നെ ചോദിച്ചു ഞാൻ അസുഖം വല്ലതും ഉണ്ടോയെന്ന്. അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ മോളെ പിടിച്ചോണ്ട് നടക്കുന്നത് കണ്ടോണ്ട് ചോദിച്ചതാ. അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ടായി ആ ജലജയുടെ ഭാഗത്തുനിന്ന്, നവ്യെപ്പോലെ മോൾക്കും വിശേഷം ഉണ്ടോയെന്ന്. ദുഷിച്ച മനസ്സല്ലേ, അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചെന്നും വരും. ഒരു കാര്യം എന്തായാലും ഉറപ്പാ മോളെ, ആദർശ മോൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപയുടെ ചെക്കാ മോൻ്റെ അമ്മ കൊടുത്തു വിട്ടത് കരള് ദാനം കൊടുത്ത പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ പേരിൽ ഇനിയും അവരുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അവർക്ക് കരള് ദാനം നൽകിയ പെൺകുട്ടിയെ കാണാനുള്ള ശ്രമവും അവർ നടത്തുമെന്നുള്ള കാര്യങ്ങളും ഗോവിന്ദേട്ടൻ പറയാം. കുറച്ചുകൂടി ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ആദർശിൻ്റെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവരോട് സത്യങ്ങൾ പറയേണ്ടതായിട്ട് വരുമെന്നും ഗോവിന്ദേട്ടൻ പറയാം. അപ്പം അങ്ങനെ പറയുമ്പോഴെങ്കിലും നയനമോളെ അവർ സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ കനകം പറയുക. അതാരും എന്തായാലും ഒന്നും പ്രതീക്ഷിക്കേണ്ട, ചേച്ചിയാണ് കരള് ദാനമായിട്ട് കൊടുത്തതെന്ന് അറിഞ്ഞാൽ ആ കരള് തിരിച്ചെടുത്തോളാൻ ഡോക്ടർമാരോട് അവർ പറയും. അത്രയ്ക്ക് ദേഷ്യം അവർക്ക് ചേച്ചിയോടെന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ പറഞ്ഞപ്പോഴും നയന ഇരുന്ന് ചിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെ തന്നെയാണ്. ദേവയാനി ഇങ്ങനെ അവിടെ ആലോചനയായിട്ട് ഇരിക്കുകയാണ് അമ്പലത്തിൽ വെച്ച് നയനയെ കണ്ടതും അതിനുശേഷം നയനയുടെ ആ ഒരു വയ്യാഴികയെ പറ്റിയൊക്കെ. അപ്പോൾ ഇവളെ എന്തിനാ പിടിച്ച് നടത്തുന്നത്, ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ട് എന്നെ പോലെ എന്ന് ദേവയാനി ചോദിച്ചപ്പം അത് പിന്നെ മോൾക്ക് പനിയായിരുന്നേ അതിൻ്റെ ക്ഷീണമാണ് അല്ല മോളെ എന്നിങ്ങനെ കനകം പറഞ്ഞതൊക്കെ ഇരുന്ന് ആലോചിക്കുക ദേവയാനി ഇങ്ങനെ ആലോചിച്ച് പലതും മനസ്സിലാകാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ അച്ഛനും അമ്മയും കയറി വന്നപ്പോൾ ദേവയാനി ഇരുന്ന് ആലോചിക്കുന്നത് കാണുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അച്ഛനെയും അമ്മയും കണ്ടപ്പോഴത്തേക്കും പതുക്കെ ദേവയാനി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ നടന്ന് ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു. ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താ വെച്ചാൽ പറഞ്ഞതെന്ന് ചോദിച്ചു അച്ഛനോട്. അപ്പോൾ എല്ലാ ചെക്കപ്പ് നടത്തി റിസൾട്ട് 4-5 ദിവസം കഴിയുമെന്ന് അച്ഛൻ പറയും ദേവയാനിയോട്. അപ്പോൾ അച്ഛന് വേണ്ടി കൂടിയാ അവർ മല ചവിട്ടുന്നതെന്ന് ദേവയാനി അന്നേരം ഇവരോട് പറയാം. പിന്നെ ഇപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയെന്നും പറഞ്ഞ് ആദർശ് വിളിച്ചായിരുന്നു എന്ന കാര്യവും പറഞ്ഞു. അച്ഛൻ അന്നേരം ചിരിക്കുക. നീ എന്തിനാ മോളെ രാവിലെ വയ്യാതെ അമ്പലത്തിൽ പോയത് എന്ന് ചോദിച്ചു കേട്ടോ അമ്മ. അങ്ങനെ പുറത്തിറങ്ങിയൊക്കെ നടക്കാറായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ലല്ലോ അമ്മ, പിന്നെന്താ, പിന്നെ നമ്മുടെ ജലജയുടെ കൂടെയല്ലേ ഞാൻ പോയതെന്നൊക്കെ ചോദിക്കുക ദേവയാനി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നയന ഇവിടെയുള്ളപ്പോൾ അവൾക്ക് അമ്മ സ്വർണം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. എന്നിട്ടിപ്പോൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അവളുടെ വീട്ടിൽ പോയാണല്ലോ അമ്മ കൊടുക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചു. അന്നേരം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അച്ഛനും അമ്മയും. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനതൊക്കെ എന്ത് സേവനമാണ് നമുക്കൊക്കെ വേണ്ടി ചെയ്തിരിക്കുന്നതെന്നൊക്കെ ദേവയാനി ചോദിച്ചപ്പം സേവനമൊന്നും ചെയ്തതിനല്ല ഞാൻ സ്വർണം കൊണ്ടുപോയി കൊടുത്തതെന്ന് അമ്മ അന്നേരം പറഞ്ഞു.
മോൾക്ക് ഈ വീട്ടിലെ ജീവിതം തീരെ മടുത്തോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ദേവേന ഇങ്ങനെ നോക്കുക. അതുകൊണ്ട് മോളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയി കൊടുത്തത് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുക. അത് കേട്ടപ്പോൾ അതല്ലാതെ അതിൻ്റെ പിന്നിൽ മറ്റു ഉദ്ദേശമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ദേവയാനി ചോദിച്ചു കേട്ടോ. അങ്ങനെ ചോദിച്ചപ്പോൾ മുത്തശ്ശിൻ്റെ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഉദ്ദേശവും ഇല്ല. ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നയനമോളെ തന്നെയാണ്. അങ്ങനെ കൊച്ചുമക്കളുടെ ഭാര്യമാര് വെറുതെ കാണുന്നത് ശരിയല്ല, എങ്കിലും നയനയോളം മഹത്വം മറ്റു 2 മക്കൾക്കും ഇവിടെ ഇല്ല എന്ന് തന്നെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ നയനമോൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദേവേന ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുമല്ലേ. അങ്ങനെയുള്ളപ്പോൾ നയനമോൾ ഒരിക്കലും പിണങ്ങി പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. ആദർശ് മലയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ അവനോട് പറയണം നയനമോളെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനോട് ഇങ്ങനെ നിൽക്കുക ദേവയാനി. ഞാനതൊന്നും പറയത്തില്ല, അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് ദേവയാനി പറയുമ്പം നീയാണ് നിന്റെ മരുമകളെ വിളിച്ചിട്ട് മടങ്ങി വരാൻ പറയേണ്ടതെന്ന് പറയുമ്പോൾ മുത്തശ്ശനോട് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു ദേവയാനി. നീയല്ലേ ആദർശിന്റെ വ്രതം തീരുന്നത് വരെ അവളുടെ വീട്ടിൽ പോയി നിൽക്കാനായിട്ട് പറഞ്ഞത്? അപ്പോൾ ദേവയാനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇനി മടങ്ങി വരാനും നീ തന്നെ പറയണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്ന് ദേവയാനി. അവൾക്ക് ഈ തറവാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൾ വരും. മോള് മടങ്ങി വരുന്നത് കൊണ്ട് ഈ തറവാടിന് ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം പറയാം മുത്തശ്ശി. നിന്നെ എത്രമാത്രം നയനമോള് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്ക് അറിയാവോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കി നിൽക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞെന്നോർത്ത്. അതറിയാൻ ഒരിക്കലും നമ്മുടെ മരുമകൾ ശ്രമിച്ചിട്ടില്ല വസുന്ധരയെ എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് നയനമോളുടെ കുറ്റം കണ്ടുപിടിക്കാനല്ലേ ഇവൾക്ക് കൂടുതൽ താല്പര്യമെന്നും ചോദിച്ചു. ഈ പറയുന്നത് പോലെ എന്ത് നന്മയാ അവൾ ഈ തറവാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് ദേവയാനി അന്നേരവും ചോദിക്കുക അച്ഛനോടും അമ്മയോടും. നന്മകൾ ഒരുപാട് നയനമോള് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ സെയിൽസ് ഒന്ന് നീ എടുത്ത് നോക്കാൻ പറഞ്ഞു. പ്രോഫിറ്റിന്റെ കണക്ക് നീ ഒന്ന് എടുത്ത് നോക്ക്. അതിൽ നയനമോളുടെ കയ്യൊപ്പുണ്ടെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. അതുമാത്രമല്ല അതിനപ്പുറവും ചില നന്മകളും മോൾ ഈ തറവാടിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ദേവേന ഇങ്ങനെ നോക്കുക കേട്ടോ. മോൾക്ക് നമ്മളോടുള്ള സ്നേഹം എത്രയാണെന്ന് അളക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, എന്നാൽ അതൊരിക്കലും നീ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞ് ദേവയാനിയോട് പറയുമ്പോൾ ഞാനെന്ന് അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവൾക്ക് എന്തോ അസുഖമുള്ളതുപോലെ എനിക്ക് തോന്നിയത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി വീണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവളെ പിടിച്ചുകൊണ്ട് അവരുടെ അമ്മ നടന്നൊക്കെ പോയതേ. അപ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇവരെന്താ കാണിക്കുന്നതെന്ന് ദേവയാനി ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ദേവയാനി എന്തൊക്കെയോ ഇങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കാം. പിന്നെ ഇടയ്ക്ക് ആദർശ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നല്ലോ. എന്താ അവളുടെ രോഗമെന്ന് ചോദിച്ചപ്പോൾ വൈറൽ ഫീവർ എന്ന് എന്നോട് പറഞ്ഞത് എന്നും ദേവയാനി പറയുക. അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആവുകയും ചെയ്തു. അങ്ങനെ ഒരു പനിയാണെങ്കിൽ പെട്ടെന്ന് മാറേണ്ടതല്ലേ, ഒരു വൈറൽ ഫീവറൊക്കെ ഇത്രയും ദിവസമൊക്കെ നീണ്ടു നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പം അത് നിനക്ക് നേരിട്ട് മരുമോളോട് ചോദിക്കാറുന്നല്ലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. നീ നയനമോളുടെ കാര്യം അന്വേഷിക്കുന്നില്ലെങ്കിലും ദിവസവും നിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കൊള്ളണം ദേവയാനി, ഈ കുടുംബത്തിലുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി, പ്രത്യേകിച്ച് നിന്റെ ആയുസിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് നയനമോള് എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക. വേണമെങ്കിൽ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പകുത്തു തരാൻ പോലും മടിയില്ലാത്തവളാണ് നിന്റെ മരുമകൾ. അതൊക്കെ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ നയനമോളെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് മുത്തശ്ശൻ അങ്ങ് പറഞ്ഞു. അപ്പം തന്നെ ദേവയാനിക്ക് എന്തൊക്കെയോ ക്ലൂകൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതും പറഞ്ഞ് മുത്തശ്ശിയും അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവയാനിയുടെ ആലോചന അങ്ങ് മുറുകി. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ എന്താ അവർ പറഞ്ഞത്? അപ്പോൾ നിനക്ക് വേണ്ടി ജീവൻ പോലും പകുത്തരാൻ മടിയില്ലാത്തവൾ അതിൻ്റെ മരുമകൾ എന്ന് അച്ഛൻ പറഞ്ഞത് ദേവയാനിയെ വല്ലാണ്ട് അങ്ങ് താക്കിയിട്ടുണ്ട്. ദേവയാനി ഇങ്ങനെ എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നയനയാട്ടോ. നയന ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നയനയുടെ ഫോണിലേക്ക് കോള് വന്നു, ആദർശിൻ്റെ കോള്. അപ്പോൾ ഹലോ ആദർശേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കാമെന്ന് പറഞ്ഞു. അല്ല അഭിയെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം അവനെ വിളിച്ചിട്ടേ കിട്ടുന്നില്ല, അവൻ്റെ മൊബൈൽ ഓഫായെന്നാ തോന്നുന്നതെന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ അവൻ ചാർജറൊന്നും എടുത്തില്ലായിരുന്നോ? ഒന്നും അറിയില്ലെന്നേ, അവൻ്റെ കാര്യമല്ലേ, ഇനി അവൻ അവിടെ നിന്ന് വണ്ടി കയറി മറ്റെവിടേക്കെങ്കിലും പോയോന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാലും കാട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോവണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, അവൻ്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, പിന്നെ ചുറ്റിനും കാടാണെങ്കിലും അതൊരു അമ്പലമല്ലേ, അവിടെ ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആദർശം. നിങ്ങൾ ഉടനെ അവിടെ എത്തുമെന്ന് ചോദിച്ചപ്പം ഇല്ല, കുറേ നടക്കാനുണ്ട്, എന്നാലും അയ്യപ്പസ്വാമി അവൻ ആപത്തൊന്നും വരാതെ നോക്കിക്കോളൂ എന്ന് ആദർശ് പറഞ്ഞു. അപ്പം ശരി ആദർശേട്ടാ, അതെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു നയന.
ആ ശരിയെന്ന് പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നയന അവിടെ എങ്ങനെ ഇരിക്കുന്നു. നയനയ്ക്കാണെങ്കിൽ ആകെ ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അഭിയെ വിളിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ കിട്ടുന്നില്ല. അവൻ്റെ ഒരു കാര്യം സത്യം പറയാലോ, അടുത്ത തവണ വരുമ്പോൾ അവനെ കൊണ്ടുപോകാനുണ്ടാകുന്ന അജയൻ നേരം പറഞ്ഞു. അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ കുറച്ചൊക്കെ മര്യാദയ്ക്ക് ഇരുന്നേന്, തരക്കേടില്ലാതെ വ്രതവും നോക്കും. ഇതെല്ലാം തെറ്റിച്ചിട്ടാണ് ഇത്തവണ അവൻ കൂടെ വന്നിരിക്കുന്നതെന്ന് അജയൻ പറഞ്ഞപ്പം ഇനിയിപ്പോൾ അവനില്ലാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നടന്നു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ പമ്പയിൽ ഇരുത്തിയിട്ട് പോകായിരുന്നു. അവിടെ പരിചയമുള്ള പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് ആദർശേ. ഇത് ഒറ്റപ്പെട്ടു പോയൊരു സ്ഥലത്താണ് നമ്മൾ ഇരുത്തിയിട്ട് പോയത്, പരിചയമില്ലാത്തൊരു സ്ഥലത്ത്. എങ്കിലും സ്വാമിമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ അജാം. നേരം പുലർന്നപ്പോൾ അവൻ എവിടെയെങ്കിലും കറങ്ങി നടക്കുമായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറി വയറു നിറയെ മുട്ട കഴിക്കും കേട്ടോ. ഭക്ഷണം കഴിച്ചു, കുറേ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ അങ്ങ് പോരുമോ പൈസ കൊടുക്കാതെ. അപ്പോൾ എടോ കാശ് തന്നില്ലെന്നാ കടക്കാരൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഭി ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന്. എടോ കാശ് തന്നില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയ ഒറ്റ ഒരു ഓട്ടം നമ്മുടെ അഭി. അങ്ങനെ അഭിയെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു. നാട്ടുകാരെല്ലാം കടക്കാരും എല്ലാവരും കൂടെ പിടിച്ച് അവിടെ നിർത്തിയിരിക്കാം. അപ്പോൾ കഴിച്ച കാശ് തന്നിട്ട് പോടാ, നിന്നെ കൊണ്ട് കഴിച്ച കാശ് പലിശ അടക്കം ഞാൻ മുതലാക്കിക്കോടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നിയേട്ടൻ എന്നെ നാണം കെടുത്തരുത്. എൻ്റെ പേഴ്സും അതുപോലെ മൊബൈലും ഒക്കെ മോഷണം പോയി. മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു ചേട്ടൻ്റെ കാശ് തരാമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പിന്നീട് പറയാം. എടോ തനിങ്ങ് വന്നേ, ഇത് അവൻ്റെ കൈ കൊടുത്തേ, ഇന്ന് വൈകുന്നേരം വരെ പ്ലേറ്റ് കൊടുത്ത മേശയും തുടയ്ക്കാൻ പറഞ്ഞു അഭിയോട്. അപ്പോൾ ചേട്ടാ ഞാൻ ചെയ്തിട്ടില്ലാത്ത പണിയാ ചേട്ടാ, സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നത് പോലെ ഒന്നും അല്ല നീ കഴിച്ചു, വെട്ട് വിഴുങ്ങുന്നൊന്നും കേട്ടിട്ടേ ഉള്ളൂ. ഇത് അങ്ങനെയല്ലായിരുന്നു. 10-12 പൊറോട്ടയും ഡബിൾ ഓംലേറ്റും അതും താറാവും ഇതെല്ലാം ദഹിക്കണ്ടേടാ, ഒന്ന് ദഹിപ്പിക്കടാ, ചെന്ന് മേശ ഉടയ്ക്കാൻ പറഞ്ഞ അഭിയെ കൊണ്ട് അവിടുത്തെ പണിയാ ചേട്ടന്മാരെ എടുപ്പിക്കുക കേട്ടോ. പാവം അഭി. അപ്പോൾ അഭി അവിടെ നിന്ന് മലയ്ക്ക് പോകാൻ സമയത്ത് പറ്റിയ കാര്യങ്ങളൊക്കെ ചേട്ടനോട് പറയാം. കൂടെയുള്ളവരൊക്കെ മലയ്ക്ക് പോയി കാലിൽ മസിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്കിന് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഭക്ഷണം തരപ്പോൾ നീ മേശ തുടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അഭിയെ കൊണ്ട് മേശ തുടപ്പിക്കുക. അപ്പോഴത്തേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും അഭി മേശ തുടച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ പോലീസുകാർക്ക് അഭിയെ മനസ്സിലായി കേട്ടോ. അവരിങ്ങനെ നോക്കുവാണേ, ഇതാരാന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് ഇവിടെ വന്നായിരുന്നു, മൂക്കുമുട്ട കഴിച്ചാൽ സാറേ, പിന്നെ ഇതൊക്കെ പറഞ്ഞു, അതൊക്കെ കള്ളോ സാറേ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇവനെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം മോഷണം നടന്നപ്പോൾ CCTV പതിഞ്ഞ പയ്യനെ പോലെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതേ സാറേ, അത് ഞാൻ ആലോചിച്ചത്, ഉറപ്പായിട്ടും ഇത് അവൻ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയാം. അപ്പോഴേക്കും അഭി ഞെട്ടി. എൻ്റെ ഈശ്വര, മൂർഖനെയാണല്ലോ ഞാൻ ജോലിക്ക് വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഇനി ഈ മൂർഖനെ ഞങ്ങൾ തല്ലിക്കൊന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ അഭിയെ പിടിച്ചോണ്ട് പോവുക. അപ്പം ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാറെന്ന് പറഞ്ഞപ്പോൾ നീ ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസ കൊടുത്തോടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അഭി അതിന് പകരം സാറേ ഞാനിവിടെ ജോലി ചെയ്യുന്നത്, അതിന് പകരം നീ ജോലി ചെയ്യേണ്ട, നടക്കണം ഇങ്ങോട്ടെന്ന് പറഞ്ഞു പോലീസുകാർ. അയ്യോ സാറേ ഞാൻ നിരപരാധിയാണെന്ന് പറയുമ്പോൾ ഇവനെ പൊക്കിയെടുത്ത് വണ്ടി കയറ്റാൻ പറഞ്ഞു പോലീസുകാർ. അങ്ങനെ നമ്മുടെ അഭിയെ പിടിച്ച് വലിച്ച് പോലീസുകാർ കൊണ്ടുപോകുക കേട്ടോ. പാവ അഭിയുടെ ഒരു കാര്യം, കഷ്ടകാലം എന്ന് പറയാലോ. അഭിയെ തേടി വരുന്ന ദുരന്തങ്ങൾ ഒരു 1.5 ദുരന്തങ്ങളാണ്. അഭി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക. ഇനി അഭി ആരും രക്ഷിക്കാൻ വരും? ആരുമില്ല രക്ഷിക്കാനും വരാം, പാവ അഭി. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമായിരുന്നു ഇന്നത്തേത്. ഏതായാലും അനാമികയുടെ കയറ്റത്തിന് അനാമികയുടെ മൂക്കിടിച്ച് പരത്താനാണ് നമ്മുടെ നവ്യ ശ്രമിക്കുന്നത്. നല്ല രസമുള്ള എപ്പിസോഡായിരുന്നു അല്ലേ? എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.